ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഗോതമ്പ് ബോണ്ട ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് പാക്കറ്റിൽ കിട്ടുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരി ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടി, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തൈര് എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമേ. ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, നല്ല ഫൈനായിട്ടൊന്നും അരയണ്ട. ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അത് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ അരിപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ജീരകം ചേർത്ത് ഒന്ന് അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. തൈര് അതും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കാമേ. കുറച്ച് ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കാം. ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ലൂസായി പോകരുത്. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇത് കുഴച്ചെടുക്കണേ. ഇത് ലൂസായി പോകരുത്. അതെല്ലാം നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇത്ര ലൂസാവണം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്താൽ മതി. ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിരിക്കുകയാണ്. മൂത്തിട്ടില്ല കേട്ടോ, കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് മാറ്റുവാണ്. നല്ല ടേസ്റ്റാണ് ഇത്. ഒരെണ്ണം ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാമേ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗോതമ്പ് ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.